നമുക്ക് ഇന്നലെ കുറച്ച് കുളത്തിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നും എങ്ങനെ കറി വെക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. ക്ലീൻ ചെയ്യണമെന്നും പൂർണ്ണമായിട്ടില്ല, എന്നാലും പറ്റുന്നത്ര എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തത് മൊത്തം അമ്മയാണ്. ഞാനിപ്പോൾ ഈ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മ തന്നെയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ തിളപ്പിച്ച വെള്ളം മീനിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം വീഡിയോയിൽ കണ്ടില്ല, അതേ കണക്ക് 2 കറക്കങ്ങ് കറക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടുവാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു വൈറ്റ് കളർ കിട്ടും. ഇതൊരു ഈസി വേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇതേ കണക്ക് നന്നായിട്ട് അതിൻ്റെ മുള്ളൊക്കെ നിങ്ങൾക്ക് കാണാമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്, അമ്മയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ്. എന്നിട്ട് ഇതേ കണക്ക് അതിൻ്റെ തലയൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് നടുവേ പിളർക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കുടലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മളെടുത്ത് മാറ്റണം കേട്ടോ. അച്ഛനാണ് മീൻ വെട്ടുന്നത്, അപ്പം എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ അച്ഛന് വേണം. അതിനാണ് ഈ ചിരവയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ അച്ഛൻ്റേതായ സൗകര്യത്തിന് വെട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മളാണ് വെട്ടുന്നതെങ്കിൽ ഇത്രയും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ നന്നായിട്ട് എല്ലാ മീനും ഇങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീസൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ അത് കാണുന്നത്. നമുക്കിത് കറി വെക്കാനായിട്ട് 3 കാന്താരി, ആവശ്യത്തിന് കറിവേപ്പില, ഇതിനകത്ത് കുഞ്ഞുള്ളി ഉണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ കണക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. മുളക് പൊടി എനിക്കൊരു ഊഹം അനുസരിച്ച് 1.5 സ്പൂണുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും കുറച്ചിട്ടാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് ലേശം ഇട്ടാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഇച്ചിരിയേ ഇടുന്നുള്ളൂ. അതിനകത്തേക്ക് കണ്ടോ അത്രയും മല്ലിപ്പൊടിയേ നമ്മൾ ഇടുന്നുള്ളൂ. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് തിരുമ്മണം എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് തിരുമ്മണം. ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. തിരുമ്പുമ്പോൾ കൈവച്ചിട്ട് തന്നെ തിരുമ്മുമ്പോൾ നമ്മൾ ആ ഉള്ളി എരിയുമ്പോഴത്തേക്കും ലെയർ ഉണ്ടാവില്ല, അത് ഓരോന്നായിട്ട് വരണം. അതേ കണക്ക് നന്നായിട്ട് തിരുമ്മുക. പിന്നെ നമ്മൾ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അമ്മ ഇവിടെ പുളി വെള്ളത്തിൽ ഇട്ടതിനകത്ത് ഉപ്പ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ. അത് ഓർക്കാണ്ടാണ് അമ്മ ഇതിനകത്തേക്ക് ഉപ്പിട്ടത്. അപ്പോൾ ആ പുളി മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിടുന്നത്. നിങ്ങളാകുമ്പോൾ ആ വെള്ളത്തിട്ട വെള്ളവും കൂടെ ഇതിനകത്ത് ഇടാം. എന്നിട്ട് പുളി ഇട്ടതിൻ്റെ പേരിൽ ഒന്നും കൂടെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക, നേരെ അടുപ്പിലേക്ക് വയ്ക്കുക. മീൻ ഇടുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടുക, എന്നിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ എടുക്കാതേ ഉള്ളൂ. നമ്മളിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെയാണല്ലോ മീൻകറി കഴിക്കാൻ ഏറ്റവും നല്ലത്. അത് നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കറി ആയിട്ട് എടുക്കുന്നത് രസവും അതേപോലെ തന്നെ ഈ മീൻകറിയാണ്, വേറെ ഒന്നും എടുക്കുന്നില്ല. അത്രയും അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.